ഹലോ! അങ്ങനെ മൗനരാഗം പുതിയ പ്രൊമോയില് കല്യാണിനെ കാണാൻ വേണ്ടി വേലും രതീഷും കൂടെ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയ പിന്നാലെ ഇങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പൊ നമ്മുടെ കല്യാണി പറയുകയാണ്, കിരണിന്റെ അച്ഛനും അമ്മയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെ എന്നെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ ഭയങ്കര സങ്കടമാണ്. അതാണ് അവരിങ്ങോട്ട് വരാത്തത്. അവര് വരാത്തതും നന്നായി. എനിക്കും സങ്കടാകും എന്നൊക്കെ പറയുവാണേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പോലീസുകാരൻ എസ്ഐ ഭയങ്കര കടുത്ത വാശിയിൽ തന്നെയാട്ടോ. അയാള് മറ്റേ സഹോദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, ഗംഗപ്രസാദിന്റെ ബോഡി ഏത് പുഴയിൽ കല്ല് കെട്ടി താഴ്ത്തിയാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. നോക്കിക്കോ, ഇതിൽ ചന്ദ്രസേനന്റെ മകൻ തന്നെയാണ് പ്രതി, അത് ഞാൻ തെളിയിച്ചിരിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പുറത്തപ്പം നമ്മുടെ കാർത്തിക ലക്ഷ്മി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഗംഗപ്രസാദിന്റെ തലയ്ക്ക് അടിയേറ്റിട്ട് തലയോട്ടി മരിച്ചിരിക്കുന്നത്, അതെങ്ങനെ സംഭവിച്ചു, ആരാണ് അടിച്ചത് എന്നൊന്നും ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ ചന്ദ്രസേനൻ രൂപയുടെ അടുത്ത് പറയുന്നുണ്ട്, കാര്യമൊന്നും കെട്ടടങ്ങിയിട്ടില്ല രൂപേ, ഇനി നമ്മുടെ ഗംഗപ്രസാദിന്റെ ബന്ധുക്കാരെ ഒക്കെ ചത്തൊടുങ്ങിയാൽ അല്ലെങ്കിൽ അവർ നാട് വിട്ടാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് പറയുക കേട്ടോ. പിന്നീട് നമ്മുടെ സ്റ്റെഫി കല്യാണിനെ കാണാൻ വരികയാണെന്ന് തോന്നുന്നു. നമ്മുടെ കാദംബരിയുടെ മുന്നിൽ വന്ന് ഭയങ്കര കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ സ്റ്റെഫിയുടെ ലക്ഷ്യം? കല്യാണിയെ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.